ഒളിമ്പിക്സിന് തയ്യാറെടുക്കുമ്പോൾ ഇന്ത്യൻ ഹോക്കി ടീം ക്യാപ്റ്റൻ തന്റെ ടീം അംഗങ്ങൾക്ക് മുന്നിൽ ഉയർത്തിയ ഒരു പോർവിളിയുണ്ടായിരുന്നു. വിൻ ഇറ്റ് ഫോർ ശ്രീജേഷ്. ശ്രീജേഷിന് വേണ്ടി ജയിക്കൂ. ഈ മുദ്രാവാക്യം ഇന്ത്യൻ ഹോക്കി ടീം എല്ലാ വൈകാരികതയോടെയും ഏറ്റെടുത്തു എന്നതിന് തെളിവാണ് കഴിഞ്ഞ ദിവസം നാം കണ്ട ടീമിന്റെ അഭിമാനകരമായ മെഡൽ നേട്ടം. 1980 മോസ്കോ ഒളിമ്പിക്സിന് ശേഷം 4 പതിറ്റാണ്ട് കാത്തിരുന്നാണ് ടോക്കിയോയിലെ ഇന്ത്യയുടെ ഹോക്കി ടീം വെങ്കല മെഡൽ മുത്തമിട്ടത്. ഹോക്കിയിൽ എതിരാളികളില്ലാതെ കുതിച്ച ഇന്ത്യൻ ടീം പിന്നീട് പരാജയങ്ങളുടെ പടുകുഴിയിലേക്ക് വീണുപോകുകയായിരുന്നു. 3 വർഷം മുമ്പ് ടോക്കിയോയിൽ ആ ചരിത്രം തിരുത്തി കുറിക്കുമ്പോൾ ഇന്ത്യൻ ടീം ഏറെ കടപ്പെട്ടത് PR ശ്രീജേഷ് എന്ന കിഴക്കമ്പലത്തുകാരനോടായിരുന്നു. ഗ്രൂപ്പ് മത്സരങ്ങൾ തൊട്ടിങ്ങോട്ട് ഗോൾ പോസ്റ്റിന് മുന്നിൽ ഇന്ത്യ കെട്ടിപ്പോക്കിയ വൻമതിലായിരുന്നു അയാൾ. ഇപ്പോഴത്തെ പാരീസിലും ഇന്ത്യൻ ടീം വെങ്കല നേട്ടം ആവർത്തിക്കുമ്പോഴും അയാൾ തലയുയർത്തി തന്നെ നിൽക്കുന്നു. വെങ്കല പോരാട്ടത്തിന്റെ സ്പെയിനിന്റെ ആക്രമണങ്ങളെ പിടിച്ചുകെട്ടാൻ അയാളില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യയുടെ വിധി മറ്റൊന്നായേനെ. വിജയത്തിന് ശേഷം പതിവ് പോലെ ഗോൾ പോസ്റ്റിന് മുകളിൽ കയറിയായിരുന്നു ഇന്ത്യൻ ഗോൾ കീപ്പറുടെ വിജയാഹ്ലാദം. ഇനിയൊരു വിജയാഘോഷത്തിൽ പങ്കെടുക്കാൻ അയാൾ ഉണ്ടാകില്ല. ഒളിമ്പിക്സിന് മുമ്പേ തന്നെ വിരമിക്കൽ പ്രഖ്യാപിച്ച ശ്രീജേഷിന് അർഹിച്ച യാത്രയയപ്പ് നൽകാൻ സഹതാരങ്ങൾക്കായി. 1972 മ്യൂണിക് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ വെങ്കല മെഡൽ നേടിയ മാനുവൽ ഫെഡറിക്കിന് ശേഷം ഇന്ത്യൻ ഹോക്കിയിൽ കേരളത്തിന് മേൽവിലാസമായിരുന്നു ശ്രീ. 49 വർഷത്തിന് ശേഷം ഒളിമ്പിക് മെഡൽ അണിയുന്ന മലയാളി എന്ന നേട്ടം സ്വന്തമാക്കിയ അദ്ദേഹം ഇപ്പോഴത്തെ 2 ഒളിമ്പിക് മെഡലുകൾ നേടുന്ന ആദ്യ മലയാളി എന്ന മേൽവിലാസം സ്വന്തമാക്കിയിരിക്കുകയാണ്. 2006 മുതൽ ഇന്ത്യൻ ടീമിൽ കളിക്കാൻ തുടങ്ങിയ ശ്രീജേഷിന്റെ കഠിനാധ്വാനത്തിനും നിരന്തരമായ പ്രയത്നത്തിനും ഫലമാണ് ഈ മെഡൽ നേട്ടം. ന്യൂസിലാൻഡിനെതിരെ പൊരുതി നേടിയ ജയത്തോടെ ഒളിമ്പിക്സിൽ യാത്രയ്ക്ക് തുടക്കമിട്ട ഇന്ത്യൻ ഹോക്കി ടീമിന്റെ കാവലാളായി ശ്രീജേഷ് ഉണ്ടായിരുന്നു. അർജന്റീനയെ സമനിലയിൽ പിടിച്ച മത്സരത്തിലും ഓസ്ട്രേലിയയെയും പിന്നാലെ ക്വാർട്ടറിൽ ബ്രിട്ടനെ പെനാൽറ്റി ഷൂട്ടൌട്ടിലും കീഴടക്കിയ മത്സരങ്ങൾ നിർണായകമായത് ശ്രീജേഷിന്റെ പ്രകടനമായിരുന്നു. ജർമ്മനിക്കെതിരായ സെമി നിരാശയുടേതായെങ്കിലും വെങ്കലത്തോടെ മടങ്ങാൻ ടീമിന് സാധിച്ചതിന് പിന്നിലും ശ്രീജേഷിന്റെ പ്രകടനം നിർണായകമായി. കഴിഞ്ഞ തവണത്തെ വെങ്കല പോരാട്ടത്തിൽ ജർമ്മനിയെ 5-4 തകർത്തപ്പോൾ ഗോൾ പോസ്റ്റിന് മുന്നിൽ ഇന്ത്യയുടെ രക്ഷകനായിരുന്നു ശ്രീജേഷ് ആയിരുന്നു. മത്സരത്തിൽ അവസാന സെക്കൻഡിൽ നിർണായക സേവടക്കം 9 രക്ഷപ്പെടുത്തലുകളായിരുന്നു ആ മത്സരത്തിൽ ശ്രീ നടത്തിയത്. ഇത്തവണ പക്ഷേ സെമിയിൽ അതേ ജർമ്മനിക്ക് മുന്നിൽ ഇന്ത്യ വീണു. ഹോക്കി സ്റ്റിക്കിനോട് ഇന്ത്യൻ പ്രണയം സ്വാതന്ത്ര്യം നേടുന്നതിന് മുമ്പ് തുടങ്ങിയതാണ്. 1928 ഒളിമ്പിക്സിൽ ഇന്ത്യ ആദ്യ മെഡൽ നേടി. തുടർച്ചയായ 6 സ്വർണ്ണങ്ങളുമായി 1960 വരെ ആ കുതിപ്പ് തുടർന്നു. 30 വിജയങ്ങളുമായി ആ പരാജിതർ. 1928 മുതൽ 1956 വരെ ഒരു ഗോൾ പോലും വഴങ്ങാതെ ഒളിമ്പിക് ചാമ്പ്യന്മാരായവർ. എന്നാൽ 1972 ശേഷം ഇന്ത്യൻ ഹോക്കി നിറം മങ്ങി. ഒളിമ്പിക്സിന് പോലും യോഗ്യത നേടാനാകാതെ പോയ ദയനീയാവസ്ഥയിൽ നിന്ന് ഇന്ത്യയുടെ ദേശീയ കായിക വിനോദത്തെ പിടിച്ചുയർത്തിയതിൽ ശ്രീജേഷിന് തൻ്റെതായ റോളുണ്ട്. രാജ്യത്തിനായി വിവിധ ടൂർണമെന്റുകൾ ഗോൾ കീപ്പർ എന്ന നിലയിലും ക്യാപ്റ്റൻ എന്ന നിലയിലുമായി മലയാളി താരം പുറത്തെടുത്ത പ്രകടനങ്ങളെ പുകഴ്ത്താതെ വയ്യ. ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ എത്തിയത് ശ്രീജേഷിന്റെ ക്യാപ്റ്റൻസിയിലായിരുന്നു. 2016 റിയോ ഒളിമ്പിക്സിൽ ഇന്ത്യയെ നയിച്ച ശ്രീ 2014, 18 ലോകകപ്പുകളിലും 2012 ഒളിമ്പിക്സിന് ടീമിന്റെ ഭാഗമായി. ഒടുവിലിത് ചരിത്രം കുറിച്ച് 2ാം ഒളിമ്പിക് മെഡലുമായി ഇന്ത്യയുടെ കാവൽപുരാളി വിട പറയുകയാണ്. 2 മെഡൽ നേടുന്ന ആദ്യ മലയാളി എന്ന ചരിത്ര നേട്ടം കൂടി കുറിച്ച്. കൂടാതെ ഇപ്പോഴത്തെ ഇന്ത്യൻ ജൂനിയർ ഹോക്കി ടീമിന്റെ മുഖ്യ പരിശീലകനായി കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ശ്രീജേഷിനെ.